ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് കൊല്ലത്തോട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് നൈറ്റി മെറ്റീരിയൽസൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ മടവൂർ ടു കൊല്ലം വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പം മടവൂർ റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് അവിടെ നിന്നൊരു ബസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ നേരെ പാരിപ്പള്ളിയിലോട്ടാണ് പോകുന്നത്. ഏകദേശം നമ്മൾ പാരിപ്പള്ളി എത്താറായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 11 മണി ഒക്കെ ആയി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഒരു 12 മണി അടുപ്പിച്ച് എങ്കിലും എനിക്കവിടെ എത്തണം. അപ്പം പാരിപ്പള്ളി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാരിപ്പള്ളി. നമ്മൾ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി മാറ്റമുണ്ട് പാരിപ്പള്ളിയിലോട്ട്. അതുകൊണ്ട് സ്ഥലമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഞാനപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബസ്സിൽ കയറണം. നമുക്കിവിടെ നിന്ന് KSRTC ബസ് കിട്ടും. ഫാസ്റ്റിനകത്ത് നമുക്ക് പോയാൽ പെട്ടെന്ന് തന്നെ എത്താനും പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. നല്ല തിരക്കുണ്ട്. 2 ദിവസം നല്ല മഴയായിട്ട് ഇന്ന് നല്ല വെയിൽ കാണുന്നൊരു ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിലൊക്കെ. അങ്ങനൊരു ബസ് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിനകത്ത് നമുക്ക് ചാടി കയറണം. നല്ല തിരക്കുണ്ട്. അപ്പം ഞാൻ ആ ബസ്സിൽ കയറിയിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു ഗൈസ്. ഞാൻ ഫാസ്റ്റ് പാസഞ്ചറാണെന്ന് വിചാരിച്ചാണ് കയറിയത്. 39 രൂപ ചാർജ് നമുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ 37 കൊടുത്തിട്ട് പിന്നെ 2 രൂപയും കൂടി കൊടുക്കേണ്ടി വന്നു അഡീഷണലായിട്ട്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ KSRTC സ്റ്റാൻഡാണ് കൊല്ലത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സൈഡിൽ ഒരു ഇടനാഴി പോലെയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നിൽക്കാം. അവിടെ നിന്ന് നമുക്ക് നേരെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ സൈഡിൽ പോയി നിൽക്കാം. അവിടെ കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ നാത്തൂൻ എന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരെ റോഡിലോട്ട് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ കടയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞാനൊരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ അവിടെ നേരെ റോഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല വെയിലായതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഉണ്ടല്ലോ നോക്കിയപ്പോൾ മുകളിൽ മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി അതെൻ്റെ തലയിലോട്ട് ഇടിഞ്ഞ് വീഴണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പതിയെ അങ്ങ് റോഡിലോട്ട് പോയി നിൽക്കുകയായിരുന്നു ചെയ്താട്ടോ. അപ്പോൾ ആളെന്നെ കൂട്ടാൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. എനിക്ക് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. എല്ലാവരെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചപ്പം നേരെ നമ്മൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ ആൾക്ക് പുതിയൊരു മാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തിരുന്ന് ആൾ കളിക്കുകയാണ് കേട്ടോ. കുറേ നേരം കുഞ്ഞിൻ്റെ കൂടെ കളിച്ച് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഹോൾസെയിൽ ഷോപ്പാണ്. നൈറ്റി ഷോപ്പ്, നൈറ്റി മെറ്റീരിയൽസും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇത് ചുരിദാർ പീസസാണ്. എല്ലാം ഹോൾസെയിൽ വില ആയതുകൊണ്ട് ഒരെണ്ണമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പീസാണ്. എല്ലാം ഒന്നും നോക്കാൻ പറ്റിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 10 പീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഷോപ്പിൻ്റെ പേര് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. ഓരോന്നിൻ്റെയും വിലയൊക്കെ കാണിച്ച് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വീഡിയോ കോളൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ നമ്മൾ 160 അടുപ്പിച്ചിട്ടുള്ള പീസസാണ് എടുത്തിട്ടുള്ളത്. 160 എബോവ്. എനിക്കിഷ്ടപ്പെട്ട ബാക്കി 2 പീസുകളാണിത്. ഇതിനകത്തു നിന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ടാറ്റ പറഞ്ഞിട്ട് കൊല്ലത്തിന് ടാറ്റയും പറഞ്ഞ് ബസ്സിൽ കയറി നേരെ ഞാൻ പാരിപ്പള്ളിയിലോട്ട് വിടുകയാണ് കേട്ടോ. അവിടെ നിന്ന് മടവൂർ. എന്നിട്ട് നമുക്ക് വീട്ടിലോട്ട് എത്തണം വേഗം തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള 10 നൈറ്റി പീസസ്. നമുക്ക് 145 എബോവ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 160 എബോവ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നൈറ്റി പീസസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഷോപ്പാണ്. നമുക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും നോക്കിയെടുക്കാനും ഒക്കെ പറ്റും. ആകെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ കോളൊന്നും അലൗഡ് അല്ല എന്നുള്ളതാണ്. ചുരിദാർ പീസിൻ്റെയൊക്കെ റേറ്റൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു.
അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 10 നൈറ്റി മെറ്റീരിയൽസ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മളിതെല്ലാം തയ്ക്കുന്നതാണ് കേട്ടോ. ബൈ.